അങ്ങ് ആർജിച്ചെടുക്കും. ഈ അമാവാസി സമയത്താണ് സൂര്യഗ്രഹണങ്ങൾ സംഭവിക്കുന്നത്. അമാവാസി സമയത്ത്. അപ്പോൾ അമാവാസി അല്ലാത്തപ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുമ്പം ഈ പ്രകാശരശ്മികളെ തടയുകയാണ്. അമാവാസി മുതൽ ചന്ദ്രഗ്രഹണം വരെയുള്ള പൂർണ്ണ ചന്ദ്രൻ വരെയുള്ള സമയത്ത് ഇഷ്ടംപോലെ നമ്മളുടെ ശരീരവും പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും പ്ലാന്റ്സ്, വലിയ ട്രീസ്, എന്താണ് വലിയ വലിയ മരങ്ങൾ, ചെടികൾ, ഇതെല്ലാം ആർജിക്കുന്നത്, ശക്തി ആർജിക്കുന്നത്, നല്ല ബലവത്താകുന്നത് അമാവാസി മുതൽ പൂർണ്ണചന്ദ്രൻ വരെയുള്ള സമയത്താണ്. പിന്നെ അങ്ങ് ശക്തി കുറച്ചങ്ങ് ക്ഷയിക്കും. അപ്പോൾ നല്ല കുറച്ച് മാത്രം അമാവാസി ദിവസങ്ങളിൽ കുറച്ച് മാത്രം ആഹാരം കഴിക്കുക. അമാവാസി വ്രതവും സൂര്യഗ്രഹണ സമയത്തൊക്കെ നമ്മൾ കുറച്ച് മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. വേഗം തന്നെ ആഹാരം കഴിച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. പിന്നീട് ജലപാനം വേണമെങ്കിൽ കഴിക്കും. ഇത് പ്രകൃതിയുടെ കുറേ കാര്യങ്ങളാണ്, കുറേ സിദ്ധാന്തങ്ങൾ സൂര്യനുമായിട്ട് ഉള്ളതുണ്ട്. നമ്മുടെ ജന്മനക്ഷത്രങ്ങൾ, കോസ്മിക്കിൽ, അന്തരീക്ഷത്തിൽ, സ്പേസിലൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ ഓരോ പ്ലാനറ്റിൻ്റെ ദൂരം, അകലം, അതിൻ്റെ കാര്യങ്ങൾ, കുറേ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. സോമസിദ്ധാന്തം, ബ്രഹ്മസിദ്ധാന്തം, സൂര്യസിദ്ധാന്തം, വസിഷ്ഠ സിദ്ധാന്തം, പൗലീശ സിദ്ധാന്തം, പിന്നെ പരാശര മഹർഷിയുടെ ഹോരശാസ്ത്രവുമുണ്ട്. ഇതുകൂടാതെ ഈ 7 സിദ്ധാന്തങ്ങൾ കൂടാതെ ഗണിതത്തിൻ്റെ ദൃഗ്ഗണിതം തുടങ്ങിയ അനേക ഭേദങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗണിതം എന്ന് പറയുന്നത് അസാധാരണമായ ഗണിതമാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടുന്നുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് പറ്റത്തില്ല. അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് നമ്മളുടെ ആശ്രമത്തിലെ മഹർഷിമാരൊക്കെ അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് തൻ്റെ ശിഷ്യർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അശ്രാന്ത പരിശ്രമമാണ് ആശ്രമങ്ങളെല്ലാം. അപ്പോൾ എന്താണ്, നമുക്ക് ചന്ദ്രമാസം വെച്ച് 27.21 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതേസമയം സൂര്യൻ്റെ മാസമാണെങ്കിൽ 29.53 ദിവസം. അപ്പോൾ സൂര്യ കലണ്ടർ വെച്ച് നമുക്ക് ഇപ്പോഴത്തെ പ്രായം കറക്റ്റ്. അതേസമയം ചന്ദ്രൻ്റെ കലണ്ടർ വെച്ചാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രായത്തിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും പ്രായം. ചെടികൾക്കൊക്കെ അമാവാസി കഴിഞ്ഞ് പൗർണമി വരെ മനുഷ്യനുമൊക്കെ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ ചില കാര്യങ്ങളാണ്. ഊർജത്തിൻ്റെ വിനിമയം ചക്രീയമാണ്. ഒരു ഇതാണ് സൈക്ലിക് മൂവ്മെൻ്റ് ആണെന്ന് പറയുന്നത്. ഇതൊക്കെ ഇതാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാലാന്തരം, കലണ്ടർ, കാലം മാറുന്നു, യുഗങ്ങൾ മാറുന്നു, വർഷങ്ങൾ മാറുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും സൂര്യനും ചന്ദ്രനും ഒക്കെ കറങ്ങുന്നത് തുല്യമായിട്ടല്ല, ഓരോ മിനിറ്റിലും അത്, ഓരോ സെക്കൻഡിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രനും സൂര്യനും ഒരേ നേർരേഖയിൽ കറക്റ്റായിട്ട് വരുന്ന സമയത്താണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. നോക്ക്, ഭൂമിയിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ എത്ര സിദ്ധാന്തങ്ങളും പുസ്തകങ്ങളും മാനുസ്ക്രിപ്റ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നേർരേഖയിൽ വരികയാണെങ്കിൽ, മധ്യബിന്ദു നേർരേഖയിൽ വരികയാണെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അതാണ്. പൂർണ്ണ സൂര്യഗ്രഹണം, പൂർണ്ണ ചന്ദ്രഗ്രഹണം. അപ്പോൾ ഇതിൻ്റെ അത്ഭുതങ്ങളാണ് നമുക്ക് നമ്മുടെ പൗരാണികർ തന്നിട്ടുണ്ട്. പഞ്ചാംഗം ഒക്കെ നിർമ്മിച്ച് തന്നിട്ടുണ്ട്. പഞ്ചാംഗം ഇപ്പോഴും ഉണ്ട്, പഞ്ചാംഗം മേടിക്കാൻ പണ്ടേ ഉണ്ട്. അപ്പോൾ പഞ്ചാംഗമൊക്കെ എഴുതി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ സിദ്ധാന്തങ്ങളൊക്കെ അറിയണം, ഗണിതം അറിയണം, ജ്യോത്സ്യമല്ല ജ്യോതിശാസ്ത്രങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സൂര്യനിൽ അപ്പോൾ എല്ലാ വാതകങ്ങളും അടങ്ങിയിരിക്കുന്നു, എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു, ജലവും അടങ്ങിയിട്ടുണ്ട്. ഊർജത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ആ ഊർജ്ജമാണ് നമ്മൾ ഈ കാണുന്നത്, നമ്മളുടെ ശക്തി. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും ശക്തി എന്ന് പറയുന്നത് ഊർജ്ജമാണ്. അത് ആറ്റത്തിൻ്റെ സൂക്ഷ്മ കണികകളായിട്ട് നമുക്ക് ഇത് റേസ് ഇങ്ങനെ വന്ന് അതിൻ്റെ ചലനങ്ങളൊക്കെ നമുക്ക് അറിയാം. സൈക്ലിക് ഇത് ഒരു വേവ്സ് ഇങ്ങനെ പോകുന്ന കണക്ക് ഊർജ്ജത്തിൻ്റെ പ്രസരണം. അപ്പോൾ സൂര്യനിൽ നിന്നുള്ളത് പിന്നെ കോസ്മിക് റേസും വരുന്നുണ്ട്. ഓരോ നക്ഷത്രങ്ങളിൽ നിന്നും പ്ലാനറ്റിൽ നിന്നും ഒക്കെ ഊർജ്ജം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നാളെ സൂര്യഗ്രഹണമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആഹാരം, ആവശ്യമുള്ള ആഹാരം കഴിക്കുക. വ്രതങ്ങളൊക്കെ എന്ന് പറയുന്നത് രഹസ്യജ്ഞാനങ്ങളാണ്. വ്രതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം ദഹിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പോകാത്തതുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ അത് മാലിന്യങ്ങളായിട്ട് അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അതിനെ വിഘടിപ്പിച്ച് സൂക്ഷ്മ കണങ്ങളായിട്ട് മാറ്റാനായിട്ട് ശരീരത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് പല വ്രതങ്ങളും വരുന്നത്. അപ്പോൾ പൂർവികരുടെയൊക്കെ ശക്തി എന്നൊക്കെ പറയുന്നത് ഊർജ്ജ തരംഗങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ ഊർജ്ജ തരംഗങ്ങൾ നമ്മളുടെ സ്വാധീനിച്ച് നമ്മുടെ ശരീരത്തിനെ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആറ്റത്തിൻ്റെ കണങ്ങളെ, ആറ്റത്തിനെ ഈ ആഹാര സാധനങ്ങളുള്ള സൂക്ഷ്മ കണങ്ങളാക്കി വേർതിരിച്ച് ഓരോ കോശങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പം നമ്മൾ നാളെ സൂര്യഗ്രഹണം നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക. കുറച്ച് നേരമൊക്കെ ചിരിച്ച് സന്തോഷിച്ച് നമ്മൾ പാട്ടൊക്കെ കേട്ടിരിക്കുക. അത് നന്നായിരിക്കട്ടെ നാളത്തെ ദിവസം. എല്ലാവർക്കും സൂര്യഗ്രഹണത്തിന് ഒരു നല്ല ഒരു ദിവസം ആശംസിച്ചു. ഭൂമി
ഭൂമിയുടെയും നക്ഷത്ര മണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെയും ചലനങ്ങളെ വിവരിക്കുന്ന ദശഗീതികാ സൂത്രം അറിയാവുന്നവർക്ക് പഞ്ചാംഗം നിർമ്മിക്കാം. ഇത് ആര്യഭടൻ്റേതാണ്. പക്ഷേ ആര്യഭടന് മുൻപ് തന്നെ കണാദൻ്റെയും വൈശേഷികവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അറിഞ്ഞാൽ മഹാജ്ഞാനികളാകാം.